അമ്മ മനസ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കഴിഞ്ഞ എപ്പിസോഡിൽ മേഘയോട് പ്രിയ മണൽ വീട് കെട്ടിത്തരാൻ പറയാണ്. അപ്പോൾ അവൾ ദേഷ്യപ്പെടും. അപ്പോൾ മനീഷ് അവളോട് പറയാണ്, നീ അവളുടെ കൂടെ പോയി കളിക്ക്. പിന്നീട് മേഘ അവളുടെ കൂടെ പോയി കളിക്കുകയാണ്. മേഘയും പ്രിയയും മണൽ വീട് കെട്ടി കളിക്കുകയാണ്. അത് കണ്ട് മനീഷ് സന്തോഷത്തോടെ ഒരു ഫോട്ടോ എടുക്കുന്നു. പ്രിയ വീടൊക്കെ ഉണ്ടാക്കി ആഹ്ലാദത്തോടെ തുള്ളി കളിക്കുകയാണ്. എന്നിട്ട് അവൾ മേഘയോട് പറയുന്നു, വാ അമ്മേ, നമുക്ക് കടലിൽ ഇറങ്ങി കളിക്കാം. അവൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ മേഘ കളിക്കാൻ പോവുകയാണ്. പ്രിയയും മേഘയും എല്ലാം മറന്ന് അവിടെ കളിക്കുകയാണ്. മനീഷ് അതെല്ലാം ഫോട്ടോ എടുക്കുന്നു. പ്രിയ പിന്നീട് ബോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ മനീഷിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ വരികയാണ്. പറയൂ. മനീഷ് ഫോണുമായി കുറച്ച് അപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ രണ്ട് പേരും ബോൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലേക്ക് ഇട്ട് കൊടുത്ത് കളിക്കുന്നു. പെട്ടെന്ന് ബോൾ കടലിലേക്ക് പോകും. അപ്പോൾ പ്രിയ അത് എടുക്കാൻ അമ്മയോട് പറയുന്നുണ്ട്. അമ്മ വേണ്ട എന്ന് പറയുമ്പോഴേക്കും അവൾ ഓടി കടലിലേക്ക് ഇറങ്ങുകയാണ്. റിയ കടലിലേക്ക് ഇറങ്ങി റിയയെ കാണാതാവുകയാണ്. അപ്പോൾ മേഘ ആർത്ത് കരയാണ്. ഇതെല്ലാം ഫോൺ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന മനീഷ് കുറച്ച് ദൂരെ നിന്ന് ഇത് കാണുന്നതാണ്. മേഘ ആർത്ത് കരയാണ്. ആരെങ്കിലും വന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ മനീഷ് ഓടി വന്ന് കടലിലേക്ക് ചാടി ഇറങ്ങുകയാണ്. മനീഷ് കടലിലേക്ക് ഇറങ്ങി. പ്രിയയെ കാണുന്നേ ഇല്ല. മേഘ ആർത്ത് കരയാണ്, ആരെങ്കിലും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ട് പേര് അങ്ങോട്ട് വന്നിട്ട് മേഘയോട് ചോദിക്കും, എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അവൾ പറയും, കുട്ടി ബോൾ എടുക്കാനും വേണ്ടി കടലിലേക്ക് ഇറങ്ങിയതാണ്, കാണുന്നില്ല. അവർ പറയും, നല്ല ആഴമുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങുകയാണ് കടലിലേക്ക്. വന്നവർ മനീഷും വന്ന രണ്ടുപേരും കടൽ മൊത്തം തിരയാണ്. കരയിൽ നിന്ന് മേഘ ആർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ രണ്ടുപേരും തെരച്ചിൽ മതിയാക്കി വരികയാണ്. അപ്പോൾ മേഘ കരഞ്ഞുകൊണ്ട് ചോദിക്കും, എൻ്റെ കുട്ടിയുടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, അവിടെ തിരഞ്ഞിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ മേഘ തളർന്ന് അവിടെ ഇരിക്കും. എന്നിട്ട് അവൾ പറയും, എൻ്റെ കുട്ടിയെ ഞാൻ തന്നെ കൊന്നു. അവളങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് പ്രിയ അമ്മ എന്ന് വിളിച്ച് ചുമലിൽ പിടിക്കും. തൊട്ടടുത്ത് മനീഷും ഉണ്ട്. മേഘ അവളെ കെട്ടിപ്പിടിച്ച് കരയും. എന്നിട്ട് മുഖത്ത് എല്ലായിടത്തും ചുംബിക്കും. കുട്ടിയെ കിട്ടിയ സന്തോഷത്തിൽ അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. തൊട്ടടുത്തുള്ള മനീഷ് കിതപ്പ് മാറുന്നില്ല അവന്. അപ്പോൾ വന്ന രണ്ട് പേര് പറയും, നിങ്ങളുടെ മകള് ഭാഗ്യവതിയാണ്. ഈ ഭാഗത്ത് കടലിൽ വീണ് പോയാൽ ഇതുവരേക്കും ആരെയും കിട്ടിയ ചരിത്രമില്ല. നിങ്ങളുടെ മോള് ജീവനോടെ ഇരിക്കുന്നത് വലിയൊരു കാര്യമാണ്. കുട്ടിയെ നല്ലോണം നോക്കിക്കോ എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. അപ്പോൾ മനീഷ് മേഘയുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് പറയും, മേഘ, ഇനി കരയല്ലേ, പ്രിയയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, നമുക്ക് പോവാം. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി കടലിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. പ്രിയയുടെ ഒരു കയ്യിൽ മനീഷും ഒരു കയ്യിൽ മേഘയും പിടിച്ച് നടക്കുന്നു. അപ്പോൾ മേഘ മനീഷിനോട് താങ്ക്സ് പറയും. നീ എന്നോട് താങ്ക്സ് പറഞ്ഞ് വേറൊരാളാക്കല്ലേ. അപ്പോൾ മേഘ ഒന്നും മിണ്ടില്ല. കുട്ടീൻ്റെ കയ്യും പിടിച്ച് അവർ കടലിൽ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബോട്ട് ശ്രീലങ്ക ലക്ഷ്യമാക്കി കുതിച്ച് പായുകയാണ്. ചന്ദ്രികയുടെ മടിയിൽ മലർ കിടന്നുറങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് മഹേഷ് സിഗരറ്റ് വലിച്ച് ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് മഹേന്ദ്രൻ്റെ കാർ വന്ന് നിൽക്കുന്നു. ആരതി ഉള്ളിൽ നിന്നും ആകാംക്ഷയോടെ പുറത്തേക്ക് വരുന്നു. കാറിൽ നിന്ന് മഹേന്ദ്രൻ ഇറങ്ങി സിദ്ധുവിന് ഡോർ തുറന്നു കൊടുത്തു. എന്നിട്ട് സിദ്ധുവിനെ കാറിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കുകയാണ്. അത് കണ്ടതും ആരതി ഉള്ളിലേക്ക് ഓടുകയാണ്. ഉള്ളിൽ മുത്തശ്ശനും ജാനകിയമ്മയും ഒക്കെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ആരതി ഓടി വന്നുകൊണ്ട് പറയും, അമ്മേ, മുത്തശ്ശ, സിദ്ധു വന്നിട്ടുണ്ട്. എല്ലാവരുടെ മുഖത്തും സന്തോഷം വന്നു. മേഘയുടെയും മേഘയുടെ മുത്തശ്ശിയുടെയും മുഖത്ത് നിരാശയാണ്. അപ്പോൾ ജാനകി പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ച ദൈവം എന്നെ കൈവിട്ടില്ല. അത് കേട്ട് ലക്ഷ്മിയമ്മയും ആഹ്ലാദത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സിദ്ധുവിന് ഒന്നും ആവില്ല, അവൻ വരുമെന്ന്. ഇപ്പം എന്തേ വന്നില്ലേ? അപ്പോൾ ജാനകിക്ക് സന്തോഷത്തോടെ പറയാം, അതെ അച്ഛാ. ലക്ഷ്മിയമ്മ അതീവ സന്തോഷത്തോടെ പറയുകയാണ്, സിദ്ധു എന്നതെന്ന് പറഞ്ഞാൽ ചന്ദ്രികയും മലരും വന്നിട്ടുണ്ടാവും, വാ പോയി നോക്കാം. അവരെല്ലാവരും മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ നിരാശയോടെ നിന്ന മുത്തശ്ശി മേഘയോട് പറയാണ്, മേഘ, ആ മഹേഷ് വെറും ഒരു വേസ്റ്റാണെന്ന് തോന്നുന്നു. സിദ്ധാർത്ഥിൻ്റെ കൈയും കാലും ഓടിച്ചിട്ട് ആ മലറിനെയും ചന്ദ്രികയും എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോയിരുന്നാൽ അവനാണാണ്.
ഇത് വെറും എല്ലാവരും മുൻഭാഗത്തേക്ക് എത്തി. സിദ്ധുവിനെയും പിടിച്ച് മഹേന്ദ്രൻ വരുന്നു. ആരതി സിദ്ധുവിനോട് ചോദിക്കും, ഏട്ടാ നിങ്ങൾ ഓക്കെ അല്ലേ? എനിക്കൊന്നുമില്ല. ഒന്നുമില്ല മോളെ. എല്ലാവരും പറയും നിനക്കൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ സിദ്ധുവും പറയും ഇല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. സിദ്ധുവിൻ്റെ അച്ഛൻ പറയും, നീ എവിടെ പോയതായിരുന്നു? നിൻ്റെ അമ്മ ആകെ കരഞ്ഞില്ലാതായിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ വന്നുകൊണ്ട് അവനെ പിടിച്ചിട്ട് പറയാണ്, സിദ്ധു നിന്നെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് ജീവൻ തിരിച്ച് കിട്ടിയത്. അപ്പുറത്ത് മേഘയും മുത്തശ്ശിയും വിഷമം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയും, ഏട്ടാ ചന്ദ്രികയും മലരും എവിടെ? കാറിൽ തന്നെ ഇരിക്കുകയാണോ എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ചന്ദ്രികയെ എന്ന് വിളിച്ച് പോവും. അവർ കാറ് തുറന്നു നോക്കും. നേരെ തിരിച്ചു വന്നുകൊണ്ട് മഹേന്ദ്രനോട് ചോദിക്കും, എവിടെ? ചന്ദ്രികയും മലരും എവിടെ? എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. ലക്ഷ്മിയമ്മ വീണ്ടും പറയാണ്, എന്താ ഒന്നും മിണ്ടാത്തേ? ചന്ദ്രികയും മലരും എവിടെ? അവർ കരയുന്നുണ്ടായിരുന്നു. ബാക്കിൽ വരുന്നുണ്ടാവും. അപ്പോൾ മഹേന്ദ്രൻ പറയും, ഇല്ല ലക്ഷ്മി, ചന്ദ്രികയും മലറിനെയും മഹേഷ് തട്ടിക്കൊണ്ടുപോയി. അത് കേട്ടതും ലക്ഷ്മിയമ്മ കരയാണ്. അപ്പോൾ മേഘ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കും. അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഇപ്പുറത്ത് ലക്ഷ്മിയമ്മ ആകെ പൊട്ടിക്കരയാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞാൻ സിദ്ധാർത്ഥ എവിടെയെന്ന് തേടി പിടിച്ച് കണ്ട് അവിടെ എത്തിയപ്പോഴേക്കും മഹേഷ് ചന്ദ്രികയും മലറിനെയും അവിടുന്ന് കടത്തിയിട്ടുണ്ട്. അവൻ എവിടേക്ക് അവരെ കൊണ്ടുപോയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ സിദ്ധാർത്ഥിനോട് പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ത്യ വിട്ടാണ് പോകുന്നത് എന്ന്. അത് കേട്ടതും വിശ്വസിക്കാനാവാതെ ലക്ഷ്മിയമ്മ കരയാണ്. അയ്യോ, ഇന്ത്യ വിട്ടോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? നോക്കി, അവന് ചന്ദ്രികയും മലരിനെയും എന്തെങ്കിലും ചെയ്യും. അവനൊരു ഭ്രാന്തനാണ്. ആ ദുഷ്ടനെ വിശ്വസിച്ച് ചന്ദ്രികയും മലരിനെയും വിട്ട് നമുക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും? അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, ലക്ഷ്മി കരയല്ലേ, ചന്ദ്രികയും മലരിനെയും എവിടെ കൊണ്ടുപോയി എന്ന് പെട്ടെന്ന് പിടിക്കുക എന്ന് പറഞ്ഞ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ കണ്ടുപിടിക്കുമെന്നാണ്? അതിനു മുമ്പേ ചന്ദ്രികയും മലരിനെയും അവൻ എന്തെങ്കിലും ചെയ്താൽ എന്തു ചെയ്യും നമ്മൾ? അപ്പോൾ സിദ്ധാർത്ഥ് പറയും, നിങ്ങൾ പേടിക്കണ്ട, ചന്ദ്രികയും മലരിനെയും ആ മഹേഷിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. അപ്പോൾ മുത്തശ്ശി മേഘയോട് പറയാണ്, ആ മഹേഷ് പോയത് പോയി. പോകുന്നതിന് മുമ്പ് ഇവൻ്റെ കയ്യും കാലൊക്കെ ഉടച്ചിരുന്നെന്നുണ്ടെങ്കിലേ ഇവൻ ഈ ഒരു കളി കളിക്കില്ലായിരുന്നു. വീണ്ടും കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ പറയാണ്, ഏട്ടാ എനിക്ക് നല്ല പേടിയുണ്ട്. വരൂ, നമുക്ക് ഇപ്പം തന്നെ കമ്മീഷണറേറ്റ് പോയി പറയാം. ചന്ദ്രികയും മലരിനെയും എവിടെ കടത്തിക്കൊണ്ട് പോയി എന്ന് നമുക്ക് അതിനെപ്പറ്റി ചോദിക്കാം, വരൂ. അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, ലക്ഷ്മി നീ ധൃതിപ്പെടല്ലേ, കമ്മീഷണർ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഹേഷ് എവിടെ ഉണ്ട് എന്നുള്ളത് അവനെൻ്റെ മൊബൈൽ ടവർ വെച്ച് കണ്ടുപിടിച്ചോളൂ. നീ കുറച്ച് ധൈര്യമായിട്ടിരിക്കുക. എങ്ങനെ എനിക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റും? ചന്ദ്രികയും മലരിനെയും അവ എന്തെങ്കിലും ചെയ്യും. മേഘയും മുത്തശ്ശിയും പരസ്പരം ഇവരുടെ സ്നേഹപ്രകടനം കണ്ട് പുച്ഛത്തോടെ നോക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, ചന്ദ്രികയും മലരിനെയും ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി തന്നെയാണ് എന്നെ അവർ പിടിച്ചു വെച്ചത്. അവൻ വീണ്ടും ചന്ദ്രികയെ വിവാഹം കഴിക്കുന്ന പറഞ്ഞ് അവളെ എന്നിൽ നിന്ന് ആർക്കും പിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ലക്ഷ്മിയമ്മ തുടരുന്നു, അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ചന്ദ്രിക അവനോട് ഡിവോഴ്സ് വാങ്ങിയത്. ഇപ്പോൾ തിരിച്ചും അവളെ കല്യാണം കഴിച്ച് അവളെ കൊല്ലാനാണോ പരിപാടി? ഏട്ടാ എങ്ങനെയെങ്കിലും ചന്ദ്രികയും മലരിനെയും അവനിൽ നിന്ന് രക്ഷപ്പെടുത്ത്. ശരി ലക്ഷ്മി, ഞാൻ കമ്മീഷണറെ കണ്ടിട്ട് വരാം, നീ ഉള്ളപ്പോൾ കരയാതെ അകത്ത് പോയിരിക്കേ. അപ്പോൾ മുത്തശ്ശന് സിദ്ധുവിൻ്റെ കൈ പിടിച്ച് ഉള്ളിലേക്ക് പോവും. എല്ലാവരും ഉള്ളിലേക്ക് പോകും. മേഘയും മുത്തശ്ശിയും മാത്രം അവിടെ പുറത്തുണ്ടാവും. മുത്തശ്ശി മേഘയോട് പറയാണ്, ഇപ്പോഴാണ് മനസ്സിനൊരു സന്തോഷം വന്നത്. ഇനി മഹേഷ് ചന്ദ്രയെ കല്യാണം കഴിച്ച് അവന് കൂടെ പാർപ്പിക്കും. അപ്പോൾ നമുക്കിവിടെ സന്തോഷമായിട്ട് നിൽക്കാം. മേഘം അത് കേട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്ങനെയോ ദൈവം മഹേഷിനെ അയച്ച് ചന്ദ്രികയും മലരിനെയും ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. ചന്ദ്രിക മഹേഷിനെ കല്യാണം കഴിച്ച് അവൻ്റെ കൂടെ ജീവിച്ചാൽ മതിയായിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥ് ചന്ദ്രികയെ മറന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുള്ളൂ. പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ഇടണേ. അപ്പോൾ ലൈക്ക് ഇടാത്തവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ഇട്ടേക്കണേ. ബോട്ട് ശ്രീലങ്കൻ കരയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ നിന്ന് ചന്ദ്രികയും മലരും മഹേഷും ഇറങ്ങും. ഏട്ടാ ഞാൻ വരാം എന്ന് പറഞ്ഞ് ആ ബോട്ട് ഓടിച്ച ആൾ തിരിച്ചു പോവുകയാണ്. മഹേഷ് മലറിൻ്റെ കൈയും പിടിച്ച് വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ അവൾ കൈ പിടിക്കാൻ സമ്മതിക്കില്ല. അവൻ കുറച്ചങ്ങോട്ട് നടന്നതും മഹേഷ് പറയും, ഒരു മിനിറ്റ് നിങ്ങളിവിടെ നിൽക്കി, ഞാനിപ്പോൾ വരാം. മലര് അമ്മയെ കെട്ടിപ്പിടിക്കും. മഹേഷ് തെല്ല് മാറി നിന്ന് ആർക്കോ ഫോൺ ചെയ്യാണ്.
ആ ഞാൻ ഈ കടലിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അപ്പുറത്ത് നിന്ന് ഫോണിൽ ആൾ എന്തെല്ലാം പറയുന്നുണ്ട്. അതിനൊക്കെ എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുന്നുണ്ട് മഹേഷ്. ഓക്കെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയും മഹേഷ്. എന്നിട്ട് തിരിച്ച് ചന്ദ്രികയുടെയും മലേന്ദ്രയുടെയും അടുത്തേക്ക് വരികയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഫോൺ ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അവൻ വരും. അവൻ വന്നാൽ ഉടനെ നമുക്ക് ഇവിടുന്ന് കാറിൽ പോവാം. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഞാനിവിടെ വന്നല്ലോ, ഇനി സിദ്ധുവിനെ വിടാൻ പറഞ്ഞൂടെ? അത് കേട്ടതും മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ്, ചത്തുപോയ ഒരാളെ എങ്ങനെ വിടാൻ പറയും? ചന്ദ്രിക പറയാണ്, ഞങ്ങളെക്കൊണ്ട് അവനെ നീ കഷ്ടപ്പെടുത്തല്ലേ. ആ ശരി, ഞാൻ പറയാം, വാ പോകാം എന്ന് മഹേഷ് അവരോട് പറയും. പിന്നെ കാണിക്കുന്നത് ഒരു കോവിലിൻ്റെ പടിക്കെട്ടിൽ ഇരിക്കുകയാണ് മേഘയുടെ അച്ഛന്. മേഘയെ കാത്തു നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് മേഘ വരികയാണ്. എന്നിട്ട് ഒരു അച്ഛ എന്ന് വിളിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, പ്രിയ എവിടെ? അവൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അവൾക്കൊന്നുമില്ല അച്ഛ, അവൾ സുഖമായിട്ടിരിക്കുന്നു. അല്ല, അവൾ ഇന്നലെ കടലിൽ മുങ്ങി എന്ന് പറഞ്ഞ്. അതാ എനിക്ക് അവളൊന്ന് കാണണം തോന്നി. അച്ഛാ ഒന്നും പേടിക്കണ്ട, ഒരു പ്രശ്നവുമില്ല. ഇന്നലെ ദൈവത്തെ പോലെ മനീഷ് വന്ന് അവളെ രക്ഷപ്പെടുത്തി. പക്ഷേ അയാൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അയാൾ പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക് മേഘ, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് വിചാരിക്കല്ലേ. പോകെ പോകെ നീ ഇപ്പം ആരെയാണ് ദൈവം എന്ന് പറയുന്നത്? പ്രിയ കടലിൽ മുങ്ങാൻ കാരണം തന്നെ അവനാണ്. അവനല്ലേ പ്രിയനെ ബീച്ചിൽ കൂട്ടിക്കൊണ്ടുപോയത്. അവന് ബീച്ചിക്ക് വരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല എങ്കിൽ നീയും പ്രിയയും ബീച്ചിക്ക് പോകുമായിരുന്നോ? ഇങ്ങനൊരു സംഭവമേ നടക്കില്ലല്ലോ. അപ്പോൾ അത് കേട്ടതും മേഘ ഇങ്ങനെ ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ ആലോചിക്കുകയാണ്. അവൾക്ക് മനീഷിനോടുള്ളൊരു സിമ്പതി പോവുകയാണ് എന്ന് തോന്നുന്നു. അച്ഛൻ പറയാണ്, ഞാൻ പറയുന്നത് ശരിക്കും തലയിൽ കയറ്റിക്കോ. മനീഷ് എന്ന് പറയുന്ന ആൾ നിൻ്റെ മുമ്പിൽ കൈ നീട്ടി ശമ്പളം വാങ്ങുന്ന സാധാരണ ഒരു സ്റ്റാഫാണ്. അവനൊന്നും വലിയ ബിസിനസ് മാനോ കോടീശ്വരനോ ഒന്നുമല്ല. അവനൊരു സാധാരണക്കാരനാണ്. അവനെ ഒന്നിനും വകയില്ലാത്തൊരു സ്വത്തൊന്നും ഇല്ലാത്തൊരാൾ എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അവനെ ഒഴിവാക്കി വിട്ടത്. ഇപ്പോൾ പിന്നെയും തിരിച്ചു വരുമ്പോൾ നിൻ്റെ മനസ്സ് നീ മാറ്റല്ലേ. നീ അവൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചാലേ പിന്നെ മഹേന്ദ്രൻ്റെ സ്വത്ത് ആസ്തി ഒന്നും നിനക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് മനീഷിനെ നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടിരിക്കും. മഹേന്ദ്രനും ലക്ഷ്മിക്കും എല്ലാം മനസ്സിലായി തുടങ്ങിയ ടൈമാണിത്. അതുകൊണ്ട് നീ ഇനി ജാഗ്രതയോടെ നിൽക്കണം. ഇതുപോലെ ഒന്നുമില്ലാത്തവനെ കല്യാണം ചെയ്ത് നിൻ്റെ ജീവിതം കഷ്ടപ്പെടാൻ പോകണോ നീ? അല്ലെങ്കിൽ സിദ്ധുവിനെ പോലെ ഒരുത്തനെ കല്യാണം ചെയ്ത് ലൈഫ് സെറ്റിലാകാൻ പോകണോ? ഏതാണ് വേണ്ടത്? അതിങ്ങനെ ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ മേഘ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവരേക്കുമാണ് ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡ് ഇങ്ങനെയാണ്. മഹേന്ദ്രന് ലക്ഷ്മി അമ്മയോട് പറയാണ്, നീ രാവിലെ തൊട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? എന്താ നീ ഒന്നും കഴിക്കാതിരിക്കുന്നേ? ചന്ദ്രികയും മലരും എവിടെ ഉണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഉള്ളപ്പോൾ എനിക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും ഇവിടെ? ചന്ദ്രിക, മലര് രണ്ടുപേരും ഈ വീട്ടിൽ കാല് കുത്തിയാലേ ഞാനിനി ഭക്ഷണം കഴിക്കൂ. പിന്നെ കാണിക്കുന്നത് സിദ്ധു തൻ്റെ മുറിയിലിരുന്ന് ഒരു ഫോട്ടോ നോക്കി ചന്ദ്രികയുടെയും മലരിൻ്റെയൊക്കെ ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള മോതിരം അവന് കാണും. അവനത് മെല്ലെ ഊരിയിട്ട് പറയും, ഇത് ചന്ദ്രികയുടെ കയ്യിലുള്ള മോതിരമായിരുന്നല്ലോ, ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്ന് പറഞ്ഞ് അവന് സങ്കടത്തോടെ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നാളെ ഒരു പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.